ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൗസീസ് കിച്ചൺ. ഇന്നിപ്പോൾ നമ്മൾ നല്ലൊരു വറുത്തരച്ച സാമ്പാറാണ് ചെയ്യണത്. അരക്കപ്പ് പരിപ്പ് കുതിർത്താൻ വേണ്ടി വെച്ചിരുന്നു. അത് നന്നായി കഴുകിയിട്ട് ഒരു കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട്. പരിപ്പിൻ്റെ ഏകദേശം ഒപ്പായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുക്കർ അടച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് 2 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പച്ചക്കറികളാണ് ഞാൻ ഇതിലേക്ക് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് എടുക്കേണ്ടത്. ഇതെല്ലാം വേവിച്ച് വെച്ച് പരിപ്പിൻ്റെ കൂടെ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഒരു വിസിലടിച്ചപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലൊരു ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ പാനിൽ നിന്ന് മാറ്റിയിടുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇതേപോലെ നമ്മൾ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 5 ടീസ്പൂണ് മല്ലിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മല്ലി കയ്യിലില്ലാതെ നമുക്ക് മല്ലിപ്പൊടി എടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ വറുക്കണതിൻ്റെ കൂട്ടത്തിൽ മാത്രമേ വറുക്കാൻ പറ്റുള്ളൂ. 1/2 ടീസ്പൂൺ ഉലുവ ഇതുപോലെ തന്നെ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. 7 വറ്റൽമുളകും നമ്മൾ ഇതുപോലെ തന്നെ വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഈ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 6 വെണ്ടയ്ക്ക പീസാക്കി വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക വേണം. ഇനി ഒരു ചെറിയ പീസ് കായം കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിഞ്ഞ് വറുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഒരു ബൗൾ നാളികേരം ഈ പാനിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം നല്ല കളറ് മാറി വരുന്നവരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നന്നായി ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ച മസാലകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 2 മിനിറ്റ് കൂടി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി കുക്കറും തുറന്ന് നോക്കി നോക്കട്ടെ പച്ചക്കറിയൊക്കെ എന്തായിന്ന്. പച്ചക്കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നേരത്തെ വറുത്ത് മാറ്റി വെച്ച വെണ്ടക്കായും പിന്നെ ഒരു മുരിങ്ങക്കായ 4 പീസാക്കിയതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളി വലിയ പീസുകളാക്കിയിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇനി ഇതിൽ കിടന്നിട്ട് നമ്മൾ മുരിങ്ങയ്ക്കും വെണ്ടയ്ക്കൊക്കെ ഒന്ന് വെന്ത് കിട്ടട്ടെ. ഉപ്പ് കുറവാച്ച് നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ച മസാലകളൊക്കെ നന്നായി ചൂടാറിയുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മുടെ കുക്കർക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അരപ്പും പച്ചക്കറികളൊക്കെ കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റിയിട്ട് വരണം. ഫ്ലെയിം കുറച്ചിട്ട് തന്നെ വെക്കണം. ഇത് പതുക്കെ കിടന്നിട്ട് വറ്റി വരേണ്ടതാണ്. 20 മിനിറ്റോളം നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് ഇതുപോലെ വറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല പരുവത്തിലായി വന്നിട്ടുണ്ട് സാമ്പാർ. ഇനി ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നന്നായി മൂത്ത് വരുമ്പോൾ ഇത് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ട് അതിൽ വറ്റൽമുളക് മൂപ്പിച്ചിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. താങ്ക്